ഹലോ, നമസ്കാരം. നമുക്ക് യൂറോപ്പിലേക്ക് കുറേയധികം ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസികൾ അവൈലബിൾ ആണ്. ഹംഗറി, പോളണ്ട്, ലാത്വിയ, ലിത്വാനിയ, സ്ലൊവേനിയ, സ്ലോവാക്യ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ട്രക്ക് ഡ്രൈവർ എന്ന് സൂചിപ്പിച്ചെങ്കിലും നമുക്ക് ട്രെയിലർ ഓടിക്കാനാണ് നമുക്ക് ഡ്രൈവേഴ്സിനെ ആവശ്യം. കാരണം ഇവിടെ യൂറോപ്പിൽ ട്രക്ക് എന്ന് പറയുന്നത് ട്രെയിലറിനെയാണ്. അപ്പോൾ ട്രെയിലർ എന്ന് പറയുമ്പം നമ്മുടെ ക്യാബിൽ നിന്നൊടിയുന്ന വണ്ടികളില്ലേ, വണ്ടി ഫീൽഡിലുള്ളവർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ട്രെയിലർ ഓടിക്കാനാണ് നമുക്ക് സ്റ്റാഫിനെ ആവശ്യം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാമെങ്കിലും നിങ്ങൾ അപേക്ഷിച്ച ശേഷം എത്രയും വേഗം നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കുകയും വേണം. അതുപോലെ തന്നെ ട്രെയിലർ നല്ല രീതിയിൽ ഓടിക്കാൻ പഠിക്കുകയും വേണം. കാരണം നിങ്ങൾ ഇവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഇവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പം അതിനകത്ത് ട്രെയിലർ ഓടിപ്പിച്ച് നോക്കും. അപ്പം അതിനകത്ത് നിങ്ങൾ ഫെയിൽഡായി കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനിയിൽ ജോലിക്കെടുക്കുകയില്ല. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. എസ്പെഷ്യലി GCC എക്സ്പീരിയൻസും GCCയിൽ ട്രെയിലറിൻ്റെ ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി പുത്തൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾ ട്രെയിലറിൻ്റെ ലൈസൻസും കൂടെ എടുത്താൽ മതി. അതൊരു 60 ദിവസം കൊണ്ട് ഹെവി ഉള്ളവർക്ക് ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സാലറിയുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 1500 to 2500 euro ആണ് സ്റ്റാർട്ടിങ് സാലറി. അതായത് നമ്മുടെ ഇന്ത്യൻ മണി ഒരു 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് സ്റ്റാർട്ടിങ് ശമ്പളം. അപ്പോൾ അതിനുശേഷം ഒരു 2 മാസത്തിന് ശേഷം നിങ്ങളുടെ പെർഫോമൻസിനും കാര്യങ്ങളൊക്കെ കമ്പനി നോക്കിയിട്ട് നിങ്ങളുമായിട്ട് അവർ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ സാലറി കൂട്ടുന്നതാണ്. എന്നിരുന്നാലും തുടക്കത്തിലത്തെ സാലറി നിങ്ങൾ 1.5 തൊട്ട് ഒരു 2.5 ലക്ഷം രൂപ വരെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിനോടൊപ്പം പറയുന്ന വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാനീ പറഞ്ഞ രാജ്യങ്ങൾ, അതായത് ഹംഗറി, ലാത്വിയ, ലിത്വാനിയ, സ്ലൊവേനിയ, സ്ലോവാക്യ, മാൾട്ട, ഈ രാജ്യങ്ങളൊന്നുമല്ല യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവേഴ്സിന് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന രാജ്യം. യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവേഴ്സിന് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. പക്ഷേ നമുക്ക് ജർമ്മനിയിലേക്ക് നാട്ടിൽ നിന്ന് ഡ്രൈവറായിട്ട് ജോലിക്ക് വരാൻ എന്നൊന്നുമല്ല, വരാൻ പറ്റും. അപ്പോൾ അതിന് ഒരു മാർഗ്ഗമുണ്ട്. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ ഡ്രൈവറായിട്ട് വരിക, വന്ന് ഒരു 1 ഇയറിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ യൂറോപ്യൻ ലൈസൻസ് എടുക്കുക. അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ ഒരു കമ്പനിയിലേക്ക് ജോലി കണ്ടെത്തി മാറാൻ പറ്റും. അന്നേരം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ഒരു 3.5 to ഒരു 4.5 ലാക്സൊക്കെ നിങ്ങൾക്ക് സാലറി ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ജർമ്മനിയിൽ വന്ന് ഒരു 6 months സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ ട്രക്ക് ഡ്രൈവർ അതിനെ പറ്റിയുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി 9 മണിക്കൂർ ഡ്യൂട്ടിയേ ഉള്ളൂ. അതായത് സിംഗിൾ ഡ്രൈവറാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 4.5 മണിക്കൂർ വണ്ടി ഓടിക്കുക, 45 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു 4.5 മണിക്കൂർ വണ്ടി ഓടിക്കുക, 12 മണിക്കൂർ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് സിംഗിൾ ഡ്രൈവറിൻ്റെ കേസാണെങ്കിൽ. പിന്നെ തുടക്കത്തിലൊക്കെ ഡബിൾ ഡ്രൈവർ ആയിരിക്കും. അങ്ങനെ ഡബിൾ ഡ്രൈവർ ആണ് എന്നുണ്ടെങ്കിൽ 4.5 മണിക്കൂർ ഒരു ഡ്രൈവർ ഓടിക്കും, അടുത്ത 4.5 മണിക്കൂർ അടുത്ത ഡ്രൈവർ ഓടിക്കും, അങ്ങനെ പിന്നെ 4.5 ഓടിക്കും, പിന്നെ 4.5 ഓടിക്കും. അങ്ങനെ 19 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും വണ്ടി ഹോൾട്ടാക്കുന്നത്. അപ്പോൾ അതാണ് വർക്ക് ടൈമിങ് കാര്യങ്ങളും ഒക്കെ പറയാനുള്ളത്. അപ്പോൾ സാലറിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, അപ്പോൾ വർക്ക് ടൈമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. പിന്നെ വിസ പ്രോസസ്സ് ഒരു 4 മാസം തൊട്ട് ഒരു 9 മാസം വരെ മാക്സിമം നിങ്ങൾക്ക് വിസാൻ്റെ പ്രോസസ്സ് എടുക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു രാജ്യത്തെ വിസ പ്രോസസ്സ് തുടങ്ങി വെക്കുമ്പം ചിലപ്പോൾ നമുക്ക് വിസയുടെ ആവശ്യത്തിന് നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട VFS അവർ ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് ചിലപ്പോൾ VFS സബ്മിഷൻ നടന്നു എന്ന് വരില്ല. ഇപ്പം പോളണ്ടിലേക്ക് കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പം VFSൻ്റെ ഡേറ്റ് കിട്ടുന്നതിലും ബുദ്ധിമുട്ടുണ്ട്. കിട്ടാഴിക എന്നല്ല, കിട്ടുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വിസ കിട്ടുന്ന കൺട്രി ഏതാണോ അപ്പം നമുക്കത് നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എസ്പെഷ്യലി നമ്മൾ നാട്ടിൽ വെച്ച് ഒരു ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതായത് നമ്മൾ നാട്ടിൽ വെച്ച് നിങ്ങളെ കൊണ്ട് ട്രെയിലർ ഓടിപ്പിച്ച് നമ്മൾ വീഡിയോ എടുക്കും.
ഇപ്പം നിലവിൽ ട്രെയിലറിൽ പോകണവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ നമുക്ക് വീഡിയോ അയച്ചു തന്നാൽ മാത്രം മതി. ഇനി അല്ല, ഹെവി മാത്രമേ ഉള്ളൂ, ട്രെയിലർ ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ദിവസം ടെസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് നിങ്ങൾ എങ്ങനെ എത്രത്തോളം വണ്ടി ഓടിക്കുന്നുള്ളത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് അതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? എനി ഐഡിയ? ഞാനിത് നിൽക്കുന്നത് ഇവിടെ യൂറോപ്പിൽ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിയന്ന ഉണ്ട്. ഈ വിയന്നയിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയുന്ന സ്റ്റെഫൻ പ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണിത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിക്കുക. ഞാൻ ഈ യൂറോപ്പിലെ എല്ലാ രാജ്യത്തും ഒരുപാട് തവണ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വിയന്ന ആണ്. എനിക്കെന്തോ ഈ നഗരത്തിനോട് ഒരു അടുപ്പമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം അങ്ങനെ പിന്നെ വരിക, നിങ്ങളും യൂറോപ്പിൽ വരിക. യൂറോപ്പ് ഒരു 2-3 വർഷം യൂറോപ്പിൽ ജീവിക്കുക, യൂറോപ്പ് മൊത്തം കാണുക. യൂറോപ്പാണോ നമ്മുടെ കേരളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം തന്നെയാണ് സ്വർഗം. ഇപ്പം വിയന്ന തന്നെ എത്ര വട്ടം കാണാൻ പറ്റും? ഒരു 10-20 വട്ടം കഴിയുമ്പം വിയന്നയെ നമുക്ക് മടുക്കും. സ്പെയിനും പോർച്ചുഗലും ഡെൻമാർക്കും എല്ലാം അങ്ങനെ തന്നെ മടുക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 20 ലക്ഷം രൂപ തൊട്ട് ഒരു 30 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ആനുവൽ ശമ്പളം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ട്രക്ക് ഡ്രൈവിംഗ്. ഓക്കെ, അപ്പോൾ വന്ന് ഒരു 3-4 വർഷം നന്നായിട്ട് പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, പോവുക. അപ്പം ഞാനിതിനകത്ത് എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. സ്പോട്ടിൽ ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ എന്തായാലും റിപ്ലൈ തരും. കാരണം ഞാൻ കുറച്ച് സമയം ഒരു മാസത്തിലൊരു 15 ദിവസം ട്രാവലിങ്ങിന് വേണ്ടി മാത്രം ഞാൻ മാറ്റിവെക്കാൻ ഡിസൈഡ് ചെയ്തു. അല്ല നമ്മൾ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞിട്ട് ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നടപടിയാവണ കേസല്ല. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പം ബൈ.